വിഷ്ണുമായ ആസ്ട്രോളജിക്കൽ സർവീസസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വിഷുബല ദോഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. സാധാരണഗതിയിൽ വിഷുബല ദോഷം എന്ന് പറയുന്നത് ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഈ തവണത്തെ വിഷു ഫലം അനുസരിച്ച് രോഹിണി, മകീരം, തിരുവാതിര ഇത് ആദിശൂല നക്ഷത്രങ്ങളും, അത്തം, ചിത്ര, ചോതി ഇവ മധ്യശൂല നക്ഷത്രങ്ങളും, തിരുവോണം, അവിട്ടം, ചതയം ഇവ അന്ത്യശൂല നക്ഷത്രങ്ങളുമാണ്. ഇപ്പൊ ഈ നക്ഷത്രങ്ങളിലൊക്കെ പെട്ടാൽ സാധാരണ വിഷുബലദോഷം സാമാന്യേന പറയുന്നത് രോഗദുരിതം, ചീത്തപ്പേര്, കുപ്രസിദ്ധി എന്നൊക്കെയാണ്. ചെറിയ തോതിലുള്ള അപകടങ്ങൾ ഇവയൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായിട്ട് ഇത് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അതായത് ഈ തവണത്തെ വിഷുവിന് രവിസംക്രമം നടന്നിരിക്കുന്നത് മകീരം നക്ഷത്രത്തിലാണ്. അപ്പൊ ഈ മകീരം നക്ഷത്രത്തില് രവിസംക്രമം നടന്നുകൊണ്ട് ഈ വിഷുബല ദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കുക മകീരം നക്ഷത്രക്കാരെയാണ്. മകീരം നക്ഷത്രം മാത്രമല്ല, അതിന്റെ അനുജന്മ നക്ഷത്രങ്ങളായ ചിത്ര, അവിട്ടം ഇവർക്ക് കൂടി ഈ ദോഷഫലം ബാധകമാണ്. അതായത് മകീരം, ചിത്ര, അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവിക്കേണ്ട നക്ഷത്രങ്ങളാണ് ഈ തവണത്തെ വിഷു ദോഷഫലം അനുസരിച്ച്. അപ്പോൾ ഇതിന്റെ സാമാന്യ ഫലം എന്ന് വെച്ചാൽ മറ്റേ ഈ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നുള്ള ഫലത്തിലുപരി ഈ പറഞ്ഞ മേൽപ്പടി മൂന്ന് നക്ഷത്രക്കാർക്ക്, അതായത് മകീരം, ചിത്തിര, അവിട്ടം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് മൃത്യുഭയം കൂടി ഉണ്ടാകും. അതായത് രോഗദുരിതം, ചീത്തപ്പേര്, കുപ്രസിദ്ധി ഇത് കൂടാതെ മൃത്യുദോഷം കൂടി ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ആളുകൾ രോഗാവസ്ഥയിലുണ്ടെങ്കിൽ അവര് എത്രയും പെട്ടെന്ന് തന്നെ ശിവന്റെ ക്ഷേത്രത്തില് മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടതാണ്. രോഗാവസ്ഥയിൽ ഇല്ലാത്ത ആളുകൾക്കും ഈ നക്ഷത്രത്തിൽ പെട്ട ആളുകൾക്ക് ഇത് ബാധകമാണ്. ഉടനെ തന്നെ മൃത്യുഞ്ജയ ഹോമം നടത്തുക. പിന്നെ പക്കപ്പിറന്നാൾ തോറും ശിവങ്കല് 108 കൂവളത്തില കൊണ്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, ശിവന് ധാര നടത്തുക, മുൻവിളക്ക്, പിൻവിളക്ക് ഇവ സമർപ്പിക്കുക. കൂടാതെ സുബ്രഹ്മണ്യന് പാലഭിഷേകം നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇവരെ ആയുർപുഷ്ടി വരുത്തേണ്ടതാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്ന് പറഞ്ഞല്ലോ, ഈ മേൽപ്പടി നക്ഷത്രങ്ങളിൽപ്പെട്ട ആൾക്കാര് ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകള് എല്ലാ പക്കപ്പിറന്നാൾ തോറും ഈ മേൽപ്പറഞ്ഞ പോലെ 108 കൂവളത്തില മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മുൻവിളക്ക്, പിൻവിളക്ക്, ശിവന് ധാര, പിന്നെ സുബ്രഹ്മണ്യന് പാലഭിഷേകം നടത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവര് ചെയ്ത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ മേൽപ്പടി കാര്യങ്ങൾ ചെയ്ത് ആയുർപുഷ്ടി വരുത്തി ഇവര് ഈ ദോഷകാലത്തെ അതിജീവിക്കേണ്ടതാണ്. ഈ ചാനല് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.